നമസ്കാരം. ആദ്യം തന്നെ ഞാൻ കലാമണ്ഡലത്തിനോട് ഒരു നന്ദി പറയുക. വെറുമൊരു കലാമണ്ഡലം വിദ്യാർത്ഥിയായി ഇവിടുന്ന് പഠിച്ചു പുറത്തിറങ്ങിയ എന്നെ കുറേ കാലം ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എന്നെ മറക്കാതെ ഈ കലാക്ഷേത്രത്തിലേക്ക് എന്നെ ഒരു വിശിഷ്ട അതിഥിയായി ക്ഷണിച്ചതിൽ ഞാൻ അങ്ങേയറ്റം കലാമണ്ഡലത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ 1971 മുതൽ 55 വർഷത്തെ എൻ്റെ അനുഭവം ഇങ്ങനെ അലതെറ്റുകയാണ്. ഞാൻ കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി വരുന്നത് 1971 ആണ്. കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം ഞാൻ താമസിച്ചിരുന്നത് എന്ന് പറയുന്നത്, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങിയത് എന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ്. അച്യുതാനന്ദൻ ഇരിക്കുന്ന ആ സ്ഥലത്തായിരുന്നു എൻ്റെ പായ ഇട്ടിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ ട്രങ്ക് പെട്ടിയും അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന ഒരു കിടക്കയുമായിട്ടാണ് വന്നത്. ആദ്യത്തെ ദിവസം സീനിയർ വിദ്യാർത്ഥികൾ കാണിച്ചു തന്നു, ഇതാണ് എൻ്റെ കിടക്കുന്ന സ്ഥലങ്ങൾ. ഞാൻ ആദ്യത്തെ ദിവസം കിടക്കയിൽ കിടന്നു. ബാക്കിയുള്ളവരൊക്കെ അധികം കുട്ടികളൊന്നും വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പായിലാണ് കിടക്കുന്നത്. അത് പലരുടെയും പായ കീറിയതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി കിടക്ക ഒരധികപ്പറ്റാണ്. അങ്ങനെ അടുത്ത ദിവസം കിടക്ക മടക്കി വീണ്ടും പെട്ടിക്കകത്ത് വെച്ച് തലയണയില്ലാതെ, പലർക്കും തലയണയില്ല, എനിക്ക് തലയണ വേണമെന്ന് വെച്ചു. ഇവിടെ ഇങ്ങനെ കിടക്കും. സീനിയർ വിദ്യാർത്ഥിയായിരുന്ന, നമുക്ക് സൂപ്പർ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന കുടമാളൂർ രാമകൃഷ്ണൻ, അതായത് കോട്ടയം രാമകൃഷ്ണൻ, പരശുരാമകൃഷ്ണൻ വളരെ പേരുകേട്ട, അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയിട്ടുള്ള ശ്രീ കുടമാളൂർ രാമകൃഷ്ണൻ താമസിച്ചിരുന്ന മുറിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേക്കണം. ഗോപിയാശാനാണ് സാധകം ചെയ്യിപ്പിക്കുന്നത്. ഗോപിയാശാൻ സാധകം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 4 മണി കഴിഞ്ഞ് എണ്ണയിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ആശാനം അവിടെ എത്തും. കളരിയിൽ നല്ല മഴയാണ്. കർക്കിടക മാസത്തിൽ ഒരു ദിവസം എൻ്റെ 1ാം വർഷമാണ് ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. സീനിയർ വിദ്യാർത്ഥി ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. സമയം നോക്കാൻ ഞങ്ങൾക്ക് മാറ്റുന്നില്ല. 4:30 മണിയായി. 4 മണി കഴിഞ്ഞ് 4:30 മണിയായി. ഇവിടെ ഒരു പുളിമരം നിൽക്കുന്നു. ആ പുളിമരത്തിൽ നിന്നും 2 പുളിവാറ് വെട്ടി, പുളിവാറ് ഒടിച്ച് ആശാൻ ഇങ്ങനെ വന്ന് നോക്കി, ഈ കിടന്നുറങ്ങുന്ന ഈ ഉടുത്ത മുണ്ട് പുതച്ചാണ് മിക്കവരും കിടക്കുന്നത്. പുറത്തൊന്നുമില്ല. ആ ഉടുത്ത മുണ്ട് തലയിലൂടെ മൂടിക്കിടന്ന കുട്ടികളുടെ മുഖത്ത് മാറ്റി അവരവരുടെ ശിഷ്യന്മാരാണോ എന്ന് നോക്കി ഈ പുളിവാറ് കൊണ്ട് നല്ല പ്രഹരം, 2 അടി അടിക്കാൻ പറ്റുള്ളൂ. 3ാമത്തെ അടിക്ക് ഓടിക്കഴിഞ്ഞു. അത് അയ്യോ എന്ന് പറയും. അപ്പോഴത്തേക്ക് എല്ലാവരും തല നോക്കും. അങ്ങോട്ട് അടിയ സർവ്വ എണ്ണത്തിനെ അടിച്ചു കൊടുത്ത് കളരില്ല. ഇത് ഞാൻ ചേർന്ന് അധികം താമസിക്കാതെയുള്ള എൻ്റെ ഒരു അനുഭവമാണ്. ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് വിദ്യാർത്ഥികളെ തല്ലിയാൽ അത് വലിയ
കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും രക്ഷിതാക്കളോട് പറഞ്ഞാൽ രക്ഷിതാക്കൾ ഇവിടെ വരും, ആശാനെ കാണും. ആശാനെ എത്ര തല്ലിയാലും കുഴപ്പമില്ല, അവനൊന്നും നേരെയാക്കി തരണം. ഇതാണ് ഈ രക്ഷിതാവ് പറയുക. കൂടാതെ ചിലപ്പോൾ രക്ഷിതാവ് പഠിച്ചത് വരും. ഇങ്ങനെ ഒരു അനുഭവമായിരുന്നു എനിക്ക് 71-ലുണ്ടായ എൻ്റെ അനുഭവം. പിന്നെ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് പട്ടിക്കാന്തൊടി ആശാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും എല്ലാവരും അരങ്ങന്റെ കഴിവ് തെളിയിച്ച ഒരു സ്റ്റേജാണ്. എൻ്റെ അരങ്ങേറ്റം നടന്നത് ആ സ്റ്റേജിലാണ്. ഈ സ്റ്റേജിലും എനിക്ക് വേഷം കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. അന്നത്തെ അണിയറ എന്ന് പറയുന്നത് ഈ ചെറിയ മുറിയാണ്. അന്ന് ഉടുത്തുകെട്ടിന് ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ആശാന്മാർക്കും വേഷം കെട്ടാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ 2-3 വേഷം അവിടെ കെട്ടാമെന്നുള്ളതല്ലാതെ എൻ്റെ അപ്പുറത്തേക്ക് നടക്കില്ല. എനിക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യമായി പത്മനാഭൻ നായർ ആശാന് ദക്ഷിണ കൊടുക്കുന്നത് ഈ വരാന്തയിൽ വെച്ചാണ്. പത്മനാഭൻ നായർ ആശാൻ എന്നൊരു ആശാനെ ഞാൻ പരിചയപ്പെടുന്നത് ക്ലാസ് തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ദക്ഷിണ കൊടുക്കുന്നത് കുഞ്ചുനാരാശാൻ. കുഞ്ചുനാരാശാന്റെ അവസാനത്തെ വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ ഭംഗിയായി പറയാം. കുഞ്ചുനാരാശാന് ദക്ഷിണ കൊടുത്ത് എനിക്ക് എണ്ണയും കച്ചയും മെഴുക്കും തന്നത് കുഞ്ചുനാരാശാനാണ്. ആ കുഞ്ചുനാരാശാന്റെ മകനും ശിഷ്യനുമായ വാഴയങ്കട വിജയാശാനെയാണ് എന്നെ കുഞ്ചുനാരാശാൻ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു തലമുറയുടെ മാറ്റവും ഇതിലൂടെ ഉണ്ടായി എന്നുള്ളതിൽ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞു. പിന്നെ മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ ഈ കലാമണ്ഡലത്തില് കഥകളി അവസാനിപ്പിച്ചത് ഈ 72 ഫെബ്രുവരി മാർച്ച് ആ മാസത്തിലാണ്. അതായത് ഈ കലാമണ്ഡലത്തിലെ അവസാനത്തെ വിദ്യാർത്ഥി എന്നോ പുതിയ കലാമണ്ഡലത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി എന്നോ വേണമെങ്കിൽ നമുക്ക് എന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം ആ കാലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ അങ്ങനെയാണ്. ഇതെൻ്റെ ഒരു അഭിമാന കാലഘട്ടമായിരുന്നു. ഞാൻ വെറും കൈയോടെയാണ് കലാമണ്ഡലത്തിൽ വന്നത്. ഒന്നുമില്ല, ഒരു ട്രക്ക് പെട്ടിയും കിടക്കയും ഒക്കെ ആയി ഇവിടെ വന്ന കലയിൽ ഞാൻ ആരുമുണ്ടായിരുന്നു. നാടകങ്ങളിലൊക്കെ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കഥകളിയുമായി പുരാണങ്ങളുമായി എനിക്ക് യാതൊരു പരിചയവുമില്ല. കഥകളി രണ്ടാമത് ഞാൻ കാണുന്നത് ഇവിടെ വെച്ചതാണ്. അങ്ങനെയുള്ള എന്നെ കലാമണ്ഡലം ദത്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിന് അഭിമാനിക്കുന്നു. കലാമണ്ഡലം എന്നെ ദത്തെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം വയറ് നിറച്ച് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്ന് പട്ടിണിയുടെ കാലമായിരുന്നു. രാവിലെ കഞ്ഞിയും ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം ചോറുമായിരുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും 2 നേരം കഞ്ഞിയായി തീർന്നിട്ടുണ്ട്. അന്ന് റേഷനരി ഉണ്ടായിരുന്നു. റേഷനരിക്ക് പുഴുണ്ടായിരുന്നു. പുഴു മാറ്റി വെച്ച് ഞങ്ങൾ ഒരുപാട് പേര് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ഭക്ഷണം തന്നതും എണ്ണ, സോപ്പ് എന്നിവ വാങ്ങുവാനുള്ള ചില്ലറ പൈസകൾ തന്നതും കലാമണ്ഡലമാണ്. എന്നെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചത്. ഞാൻ ഒരിക്കലും ഫീസ് കൊടുത്തിട്ടില്ല. അപ്പൊ കലാമണ്ഡലം എന്നെ ദത്തെടുത്തിരുന്നില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും കിട്ടിയത് പോരാന്ന് തോന്നിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചത് പോരാ എന്നല്ല,
എന്നെ തല്ലിയത് പോരാന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് തല്ലുകൊണ്ടിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. ആ ഒരു കാഴ്ച എൻ്റെ ഗുരുനാഥന്മാർക്ക് ഉണ്ടായിരുന്നു. മറ്റ് വിദ്യാർത്ഥികളെ നല്ലപോലെ പ്രഹരിക്കുമ്പോഴും എനിക്ക് തല്ല് കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കും, ആശാൻ എന്നെ തല്ലാത്തത് ഞാൻ നേരെയാകില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊരു സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ആശാനോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിട്ടിയത് പോരാ, ആകെ ഒരു തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതെൻ്റെ 6ാം വർഷമാണ് കിട്ടിയത്. അത് ശരിക്കും കിട്ടി. പത്മനാഭനാശാന്റെ കൈകൊണ്ട് കർമ്മത്ത് ഒരു വലിയൊരടി തല കറങ്ങി. അന്ന് എനിക്ക് വളരെ സന്തോഷം. പിന്നെ എനിക്ക് 1975 ഗോപിയാശാന്റെ സഹായിയായിട്ട് പഠിപ്പിക്കാൻ അവസരം കിട്ടി. ഗോപിയാശാന്റെ സഹായിയായിട്ട് പഠിപ്പിക്കാൻ ആശാന്റെ കളരിയിൽ വിദേശികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് അവസരം കിട്ടി. അത് ഒരു ദിവസം മാത്രമേ ആശാൻ കളരിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ദിവസം മുഴുവൻ ഞാൻ പഠിപ്പിക്കുകയുണ്ടായിരുന്നു. അതിന്റെ അടുത്ത വർഷം 76ാമത്തെ വർഷം 1976 വീണ്ടും ആ വിദേശ വിദ്യാർത്ഥികൾ വന്നു. അവരെ ഞാൻ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു. കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതുകൊണ്ട് സാധാരണ കൃഷ്ണകുട്ടി ആശാനെയും. അപ്പൊ പഠിപ്പിക്കാനുള്ള അവസരവും തന്നത് കലാപരമാണ്. അപ്പൊ പഠിക്കാൻ മാത്രമുള്ള അവസരമല്ല, പഠിപ്പിക്കാനുള്ള അവസരവും എനിക്ക് കലാപരമാണ്. ഈ അപ്പോഴും എനിക്ക് മതിയാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് കിട്ടാത്ത കുറെ, അതായത് കലാമണ്ഡലത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടതായ എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന പരാതി എനിക്ക് പലപ്പോഴും. അതിൽ ഒന്ന്, എനിക്ക് വേഷം കിട്ടിയിരുന്നില്ല. കഥകളുടെ വേഷം എനിക്ക് വളരെ അപൂർവമായിട്ട് കിട്ടിയിരുന്നു. ആ കൂത്തമ്പലത്തിൽ പോലും എനിക്ക് പരിപാടികൾ കിട്ടിയിരുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അന്നത്തെ കാലത്ത് രാജുല്യാട്ടം ഉണ്ടായിരുന്നു. രാത്രിയിൽ ഒരു കഥയുടെ ഒരു ഭാഗം തീരുന്നവരെ തുടർച്ചയായിട്ട് വേഷം കെട്ടാതെയുള്ള ചുല്യാട്ടം, തിരശ്ശീലയൊക്കെ പിടിച്ചുകൊണ്ട്. അന്നും എനിക്ക് അതിന് ചുള്ളിയാടാനുള്ള അവസരം കിട്ടിയില്ല. ഒറ്റ പ്രാവശ്യം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ മാസക്കളി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ചെയ്യുന്ന പോലെ ഇത് 18ാമത്തെ കളിയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അന്നും ഇതേപോലെ മാസത്തിൽ ഒരു കളി കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചിരുന്നു. അന്നും എനിക്ക് വേഷം കിട്ടാൻ അവസരം തന്നിട്ടില്ല. ഒരു കളി പോലും എനിക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് മറ്റൊരു ഗുണം കിട്ടി. അണിയറയിൽ ഉടുത്ത് കെട്ടിക്കുന്ന ചുമതലയും തിരശീല പിടിക്കുന്ന ചുമതലയും എന്റേതായിരുന്നു. അപ്പോ കലാമണ്ഡലം എന്നെ കഥകളി പഠിപ്പിക്കുക മാത്രമല്ല വേഷം എങ്ങനെ കെട്ടിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ കലാമണ്ഡലമാണ്. ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്ന് ഒരു മാസത്തെ 15 ദിവസം ഒഴിച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തുക 2 തീരും. അപ്പോൾ പത്മനാഭനാശാൻ പറഞ്ഞു, ഉണ്ണിവൈദ്യരെ പോയി കാണുമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉണ്ണിവൈദ്യരെ പോയി കണ്ടു. ഉണ്ണിവൈദ്യര് പറഞ്ഞു, ജോണേ ഇതുകൊണ്ട് നിൽക്കില്ല, ഉഴിച്ചിൽ വൈദ്യരെ പോയി കാണുമോ എന്ന് പറഞ്ഞു. ഉഴിച്ചിൽ വൈദ്യര് ഈ പഞ്ചകർമ്മയല്ല,
ആയുർവേദ ആസ്പത്രിയോ മറ്റാണ്. അവിടുത്തെ പ്രധാന ഒഴിച്ചിൽ വൈദ്യൻ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം തന്നെ 1-2 ദിവസം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഡോക്ടർ മണിയേട്ടനെ കുഴിയാൻ ഏൽപ്പിച്ചു. അവിടെ വെച്ച് തന്നെ എന്നെ 1.5 ആഴ്ച ചവിട്ടി പോയി. ആ ഒഴിച്ചിലാണ് എനിക്ക് 2ാമത് കലാമണ്ഡലത്തിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പഠിത്തം ഞാൻ കഷ്ടി നിർത്തിയായിരുന്നു. കാരണം കാല് 2 നീര് വന്ന് ഒരു രക്ഷയില്ലാതായപ്പോൾ എന്നെ ഒഴിഞ്ഞ നേരെയാക്കിയത് ഒഴിച്ചിൽ വൈദ്യനും അദ്ദേഹത്തിൻ്റെ മകനും ആണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് കലാമണ്ഡലത്തില് അവസാന വർഷം 7ാമത്തെ വർഷം എനിക്ക് പരീക്ഷയുണ്ടായിരുന്നു. പരീക്ഷയിൽ രാമകുട്ടിനാരാശാനും മടവൂരാശാനും വള്ളത്തോളിൻ്റെ മൂത്ത പുത്രൻ ബാലകൃഷ്ണക്കുറുപ്പ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു പരീക്ഷയ്ക്ക്. പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് റാങ്ക്, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകുകയും ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിന് എനിക്ക് കലാമണ്ഡലത്തിൽ ഒരു സ്വർണ്ണ മെഡൽ തന്നു. എനിക്ക് വളരെ അഭിമാനമായി. എങ്കിലും ഞാൻ തൃപ്തനായില്ല. എന്തുകൊണ്ടാണെന്നറിയാം? കലാമണ്ഡലത്തിൽ പഠിച്ച എൻ്റെ സീനിയർ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കുമ്പോൾ കൂത്തമ്പലത്തിൽ വെച്ചാണ് കൊടുത്തിരുന്നത്. അന്ന് നിറഞ്ഞ ആളുകളുണ്ടാവും, കൈയടിക്കാൻ ആളുണ്ടാവും, കുട്ടികളുണ്ടാവും, പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടാവും. എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടി എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു സ്വപ്നം ഞാൻ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് സ്വർണ്ണ മെഡൽ തന്നത് ഒരു സ്വകാര്യമായി ജോണിനൊരു സ്വർണ്ണ മെഡലുണ്ട്, ഇതാ ചെയർമാൻ ഇവിടെ തരും എന്ന് പറഞ്ഞ് ചെയർമാൻ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ അമർഷമുണ്ടായിരുന്നു, പരിതാപമുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു, കണ്ണുനീരും. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും തുടർന്ന് ഞാൻ കലാമണ്ഡലത്തിൽ വന്നു. കേന്ദ്ര ഗവൺമെന്റ് സ്കോളർഷിപ്പോടുകൂടി എനിക്ക് ഉപരിപഠനത്തിന് 2 വർഷത്തേക്ക് കിട്ടി. ആ 2 വർഷം പത്മനാഭനാശാന്റെ കളരിയിലാണ് പഠിച്ചത്. 2 വർഷമല്ല, ആദ്യത്തെ 1 വർഷം വിജയാശാന്റെ, പിന്നത്തെ ആ 5 വർഷം പത്മനാഭനാശാന്റെ, വീണ്ടും 3 വർഷം പത്മനാഭനാശാന്റെ. ഈ 3 വർഷവും എനിക്ക് പഠിപ്പിക്കാനുള്ള അവസരമായിരുന്നു ഏറ്റവും കൂടുതൽ. അത് ഗോപിയാശാൻ ലീവാണെങ്കിൽ ഗോപിയാശാന്റെ കുട്ടികളെ, വിജയാശാൻ ലീവാണെങ്കിൽ വിജയാശാന്റെ കുട്ടികളെ, MPS ആശാന്റെ കുട്ടികളെ, വാസുദേവന്റെ കുട്ടികളെ ഒക്കെ പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുക. അപ്പൊ കലാമണ്ഡലം എനിക്ക് ഒരുപാട് തന്നു, ഒരുപാട് അവസരങ്ങൾ തന്നു, ഒരുപാട് കളി കാണുന്നതിനുള്ള അവസരമുണ്ടായി. ഇതെല്ലാം കലാമണ്ഡലത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഒരുപാട് വിദേശ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അവസരം തന്നത് കലാമണ്ഡലമാണ്. എന്തെല്ലാം എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല, ലഭിച്ചത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒന്നുമില്ലാതെ നന്നായി എന്നെ ഞാനാക്കിയത് കലാമണ്ഡലമാണ്. അതിന് സംശയമില്ല. എന്നെ ആദ്യമായി വിദേശത്തേക്ക് കൊണ്ടുപോയത് കലാമണ്ഡലമാണ്. തുടർന്ന് എനിക്ക് അങ്ങോട്ട് വിദേശ യാത്രകൾ ധാരാളം കിട്ടി. അതെല്ലാം എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കലാമണ്ഡലത്തിൽ ഒരു സ്ഥിരം അധ്യാപകനാകണമെന്നായിരുന്നു
രൂപ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമെങ്കിലും എനിക്ക് കിട്ടുന്ന നേട്ടം ശമ്പളമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും കൃത്യസമയം 4:30 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ കളരിയിലെത്തും. പഠിപ്പിക്കുന്ന സമയത്തായാലും ഞാൻ യാതൊരു കള്ളത്തരവും കൂടാതെ കൃത്യമായി ഞാൻ എൻ്റെ ജോലി ചെയ്തിരുന്നു. അതിൻ്റെ ഫലമാണ് എനിക്ക് ഇന്നിപ്പോ കഥകളിയിൽ നിരവധി രാജ്യങ്ങളിൽ വിദ്യാർത്ഥികളുണ്ട്, നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, കേരള കലാമണ്ഡലത്തിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എനിക്ക് 3 വർഷത്തെ സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയും ജോണിന്റെ സർട്ടിഫിക്കറ്റ് കാണട്ടെ എന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് അഭിമാനമായി പറയാം. അതിന് കാരണം എന്റെ ഗുരുനാഥന്മാർ കലാമണ്ഡലത്തിൽ ഉണ്ടാക്കി വെച്ച പേരാണ് അതിന് കാരണം. കലാമണ്ഡലം എന്നുള്ള പേര് രാമനാരാശാനും പത്മനാഭനാരാശാനും കൃഷ്ണനാരാശാനും ഗോപിയാശാനും ഒക്കെ ഉണ്ടാക്കി വെച്ച പേരിന്റെ പങ്ക് പറ്റിക്കൊണ്ടാണ് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാതെ എനിക്ക് വിദേശ യൂണിവേഴ്സിറ്റികളിൽ ജോലി കിട്ടിയത്. ഇന്നിവിടെ പുനരാമോക്ഷമാണ്, തെക്കൻ സമ്പ്രദായത്തിലുള്ള പുനരാമോക്ഷമാണ്. തെക്കൻ സമ്പ്രദായത്തിലുള്ള പുനരാമോക്ഷം ഞാൻ കാണുന്നത് കുടമാളൂർ കരുണാകരൻ നാരാശാന്റെ പുനരാമോക്ഷമാണ്. ഈ സ്റ്റേജിൽ വെച്ചായിരുന്നു പുനരാമോക്ഷം. അതിമനോഹരമായിരുന്നു. കോട്ടക്കൽ ശിവരാമദാസന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കുടമാളൂർ ആശാന്റെ പുനരാമോക്ഷത്തിന്റെ ഒരു അനുഭവം വേറൊന്നായിരുന്നു. അതിനുശേഷം 82-ലാണോ 81-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ചൊല്ലിയാട്ടം കാണുകയുണ്ടായി. അതിമനോഹരമായ ചൊല്ലിയാട്ടം. പ്രായം കുറയായി, എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആ മുഖത്ത് നിന്ന് വരുന്ന ഭാവവും ആംഗ്യങ്ങളും എല്ലാം അതിമനോഹരമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഡോക്ടർ സുദീപിന്റെ മോഹനയാണ്, പുനരാമോക്ഷമാണ്. സുദീപ് എൻ്റെ കലാതരംഗണിയിൽ പല പ്രാവശ്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിനുശേഷവും വേഷം കെട്ടാൻ വന്നിട്ടുണ്ട്. പല വേഷങ്ങളും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും കൂടുതലും സ്ത്രീവേഷമായിരുന്നു സുദീപിന് അത് കൊടുത്തിരുന്നത്. ഇന്ന് സുദീപ് പച്ചവേഷവും കത്തിവേഷവും ദാരുവേഷവും കരിവേഷവും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സീനിയർ അധ്യാപകനായി തീർന്നിരിക്കുന്നു. എനിക്ക് കുട്ടിക്കൃഷ്ണൻ എന്ന ഒരു വിദ്യാർത്ഥിയുടെ 60ാം പിറന്നാൾ നടക്കുകയാണ്. അവിടേക്ക് ഇത് കഴിഞ്ഞാൽ പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം, എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ. നന്ദി.